ഇങ്ങനെയൊരു ഷെല്ലാക്രമണം പാകിസ്ഥാനിൽ നിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്നെയാണ്. അദ്ദേഹം ഉടൻ തന്നെ വ്യോമപാത തുറക്കണമെന്നും വിമാന സർവീസുകൾ സാധാരണ പോലെ ആക്കണമെന്നും ആവശ്യപ്പെട്ടയാളാണ്. അങ്ങനെ ഒരു പ്രതീക്ഷ പ്രകടിപ്പിച്ചയാളാണ്. പക്ഷേ അടുത്ത നിമിഷം തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഷെല്ലാക്രമണവും ഡ്രോൺ ആക്രമണവും വരികയായിരുന്നു. അതേ തുടർന്ന് അദ്ദേഹം ഇക്കാര്യം ലോകത്തോട് വിളിച്ചു പറയുകയും ആ ദൃശ്യങ്ങൾ അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ഉണ്ടായി. അങ്ങനെയാണ് ലോകം മുഴുവൻ ഇത് അറിഞ്ഞത്. പാകിസ്ഥാൻ കാണിച്ച വിശ്വാസ ലംഘനം ഇപ്പോൾ ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. അമേരിക്ക മധ്യസ്ഥരായി ഇടപെട്ടു എന്നുള്ള കാര്യം ഡൊണാൾഡ് ട്രംപ് വലിയ അവകാശവാദമായി ഉന്നയിച്ചതാണ്. ഇനി ട്രംപ് എന്തു പറയും ഇക്കാര്യത്തിൽ എന്നാണ് അറിയുവാനുള്ളത്. രാജ്യം കനത്ത ജാഗ്രതയിലാണ്. വീണ്ടും ജാഗ്രതയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വിശ്വാസ ലംഘനം നടന്നതോടുകൂടി പത്താൻകോട്ടിൽ ബ്ലാക്ക് ഔട്ട്, ഫിറോസ്പൂരിൽ വൈദ്യുതി മുടങ്ങി, ബ്ലാക്ക് ഔട്ടാണ് അവിടെ. ശ്രീനഗറിൽ ബ്ലാക്ക് ഔട്ട്. അത് മാത്രമല്ല ശ്രീനഗറിൽ ശക്തമായ രീതിയിൽ ഡ്രോൺ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കെ പി അഭിലാഷ് കൂടുതൽ വിവരങ്ങളുമായി. അഭിലാഷ്, മറ്റിടങ്ങളിൽ എവിടെയെങ്കിലും ഇന്നലെ രാത്രി 26 കേന്ദ്രങ്ങളിലായിരുന്നു പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു 7-8 സ്ഥലങ്ങളിലെങ്കിലും ആക്രമണം വന്നു കഴിഞ്ഞു. എന്താണ് അപ്ഡേറ്റ്? തീർച്ചയായും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ബ്ലാക്ക് ഔട്ട് കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അംബാലയിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഹരിയാനയിലാണ് അംബാല എന്നത് നമുക്കറിയാം. അപ്പോൾ ഹരിയാന അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഈ ആക്രമണ ഭീഷണി നേരിടുന്നു എന്നതാണ് നമുക്ക് കൃത്യമായി പറയേണ്ടി വരുന്നത്. അങ്ങനെ ഒരു സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പഞ്ചാബ് ഉൾപ്പെടെയുള്ള മേഖലകളിലേക്കായിരുന്നു ആക്രമണം നടത്തിയത് എങ്കിൽ ഇന്നും അതിന് സമാനമായ തരത്തിലുള്ള ആക്രമണ സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു കാര്യം കൂടി പ്രേക്ഷകരുമായി വളരെ പെട്ടെന്ന് പങ്കുവെക്കുന്നത് ഈ ശ്രീനഗറിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. ശ്രീനഗറിൽ ആക്രമണം ഉണ്ടായി എന്ന കാര്യം വ്യക്തമാക്കിയത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയാണ്. എന്തുകൊണ്ട് ഈ ശ്രീനഗർ പ്രധാനപ്പെട്ടതായി നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഈ പാകിസ്ഥാനിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഉള്ള ദൂരം എന്നത് ഏറ്റവും കുറഞ്ഞത് പോലും 100-120 കിലോമീറ്ററിന് മുകളിൽ ആണ് എന്നുള്ളതാണ്. അപ്പോൾ പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് ശ്രീനഗറിലേക്ക് ഇപ്പോൾ ഡ്രോണുകൾ പായിക്കുന്നു എങ്കിൽ അത് സൈന്യത്തിന് തന്നെയാണ് സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് ഇത് സൈനികമായ ഒരു നടപടി തന്നെയായി കാണേണ്ടതുണ്ട് എന്ന്. അതേസമയം നമ്മൾ പ്രേക്ഷകരുമായി 1-2 കാര്യങ്ങൾ കൂടി പങ്കുവെക്കുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണമുണ്ടായ മേഖലകൾ എന്നത് ഏതാണ്ട് ഈ ലൈനിൽ ഈ മേഖലയിലേക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതായത് കുറച്ചുകൂടി പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്ന മേഖല, തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന മേഖലയൊക്കെയാണ് പൂഞ്ച്, രജൌരി, ഉറി പോലെയുള്ള ഈ മേഖലകൾ. ഏതാണ്ട് ഈ സ്ട്രക്ചറിൽ ആണ് ഈ മേഖലകൾ കടന്നു വരുന്നത്. അവിടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം ഉണ്ടായിരുന്നത്. തുടർച്ചയായ 3 ദിവസങ്ങളിലും ഈ ഒരേ ഭാഗങ്ങളിൽ ആണ് ആക്രമണം ഉണ്ടായിരുന്നത്. ഇത് ഭൂമിശാസ്ത്രപരമായി പാകിസ്ഥാന് അനുകൂലമാകുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ്. അതായത് പാകിസ്ഥാന്റെ മേഖല അല്ലെങ്കിൽ പാക് അധിനിവേശ കാശ്മീർ ഒക്കെ ഉൾപ്പെടുന്ന മേഖലകൾ എന്നത് ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവർക്ക് അനുകൂലമാകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഉയർന്ന പ്രദേശങ്ങൾ ഉള്ള മേഖലകളാണ്. അതിർത്തി മേഖലകളും അതായത് ഈ അതിർത്തി നിയന്ത്രണ രേഖകളും ഒക്കെ ആ മേഖലയിലെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും പാകിസ്ഥാന് അനുകൂലമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പാകിസ്ഥാനിൽ നിന്ന് അടക്കമുള്ള ആക്രമണങ്ങൾ ഈ മേഖലയിലേക്ക് അധികമായി ഉണ്ടാകാറുള്ളത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മെയ് 7-ന് രാത്രി 1 മണി മുതൽ 1:30 വരെയുള്ള സമയത്തായിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്. അന്ന് വലിയ തോതിൽ വെടിവെപ്പ് നടത്തിയത് പൂഞ്ച് സെക്ടറിലേക്കായിരുന്നു. അത് വളരെ എളുപ്പത്തിൽ ഷെല്ലാക്രമണം നടത്താൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. എന്നാൽ ഈ ശ്രീനഗറിലേക്കുള്ള ഈ ആക്രമണം അല്ലെങ്കിൽ ഈ ഡ്രോണുകൾ തൊടുത്തുവിടുക എന്നത് അത്ര എളുപ്പമുള്ള ഒന്നല്ല. അത് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. അവിടെ തുടർച്ചയായി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. അതോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പഞ്ചാബ് ആണ്. പഞ്ചാബ് എന്നത് വലിയ തോതിൽ ആക്രമണ സാധ്യതയുള്ള ഒരു പ്രദേശം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പഞ്ചാബിന്റെ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ അതിർത്തി മേഖലകൾ എന്നത് ഈ മേഖലകളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ നീക്കം ചെയ്തിട്ടുണ്ട്, അവരെ ഇവാക്വേറ്റ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചാബിന്റെ അതിർത്തി മേഖലകളിൽ പഞ്ചാബ് സർക്കാർ തന്നെ 10 മന്ത്രിമാരെ അയച്ചിട്ടാണ് അവിടെ നിന്ന് ആളുകളെ നീക്കം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ മേഖലകളിൽ ഇപ്പോൾ ലാഹോർ പോലെയുള്ള പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രമാണ്. അവിടെ നിന്നൊക്കെ ആക്രമണങ്ങൾ നടത്തുക എന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് രാജസ്ഥാനിലേക്കും ഒരു പക്ഷേ ഈ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങളിൽ നിന്ന് ഇവിടേക്ക് ആക്രമണം നടത്തുക എന്നതും എളുപ്പമുള്ള കാര്യമാണ്. അത്തരം ആക്രമണ സാധ്യതകൾ ഇന്ത്യ മുന്നിൽ കാണുകയും ആ നിലയിൽ ഈ സൈനിക മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ അതിർത്തി മേഖലകളിൽ നിന്ന് സൈനികരുടെ ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത്
നിരവധി ഡ്രോണുകൾ കണ്ടു എന്നുള്ളതാണ്. കച്ച് ജില്ലയിലാണ് നിരവധി ഡ്രോണുകൾ വന്നിരിക്കുന്നത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് ഇപ്പോൾ അവിടെ എന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളതാണ് ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായ ഹർഷ് സംഘവി പറയുന്നത്. എന്തായാലും അവിടെയും ഗുരുതരമാണ്, ഗുജറാത്തിലും ഗുരുതരമായ കാര്യം തന്നെയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം, എല്ലാ സംസ്ഥാനങ്ങളിലും, പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. അപ്പോൾ ഡ്രോണുകൾ കശ്മീരിൽ മാത്രമല്ല പഞ്ചാബിലും ഗുജറാത്തിലും ഒക്കെ ഡ്രോണുകൾ അയച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്താണോ, കഴിഞ്ഞ രാത്രികളിൽ എന്താണോ, അതുപോലെ തന്നെയാണ് പാക് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ അടങ്ങിയിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട്, ഇങ്ങോട്ട് ആവശ്യപ്പെട്ട വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ട് ഇപ്പോൾ പ്രകോപനപരമായി തന്നെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ച കൂടുതൽ പ്രദേശങ്ങളുടെ പേരുകൾ വരികയാണ്. കത്വയിൽ ബ്ലാക്ക് ഔട്ട് ആണ് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. സൈറൺ മുഴക്കിക്കഴിഞ്ഞു അവിടെ. അങ്ങനെ അത് ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. ഡ്രോൺ അറ്റാക്ക് ഉണ്ടാകും എന്നുള്ള ഒരു മുൻകരുതൽ തന്നെയാണ് കത്വയിലും ഉണ്ടായിരിക്കുന്നത്. ബ്ലാക്ക് ഔട്ട് കംപ്ലീറ്റ് ആയി ഏർപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചാബിലെ മോഗയിൽ, അവിടെയും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ്. ജമ്മുവിൽ പല ഭാഗങ്ങളിലും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് എന്നുള്ള വിവരങ്ങളും പറയുകയാണ്. പത്താൻകോട്ടിലും അങ്ങനെ തന്നെയാണ്. പത്താൻകോട്ടാണ് തന്ത്രപ്രധാനമായ മേഖല. പത്താൻകോട്ടിനെ ഭീകരർ മാത്രമല്ല പാക് സൈന്യവും ലക്ഷ്യം വയ്ക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയും കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് ആണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഫിറോസ്പൂരിൽ വൈദ്യുതി മുടങ്ങി എന്നുള്ള കാര്യവും വരുന്നുണ്ട്. എന്തായാലും ഇത് നല്ല കാര്യമല്ല. ഇവിടെ പാകിസ്ഥാൻ ചെയ്യുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പാകിസ്ഥാന്റെ പ്രതിച്ഛായ ഇതിനകം തന്നെ മോശമാണ്. അത് വീണ്ടും വഷളാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് ആവശ്യപ്പെട്ട വെടിനിർത്തൽ അത് ഇന്ത്യ സമ്മതിക്കുകയായിരുന്നു. വെടിനിർത്തൽ നിലവിൽ വന്ന് 3 മണിക്കൂറിന് ശേഷം ആ വെടിനിർത്തൽ ലംഘിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ സൈന്യം മാത്രം ആലോചിച്ചെടുത്ത തീരുമാനം എന്നതിലേക്ക് വരാൻ പറ്റുമോ? കാരണം ഇത് ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം എങ്ങനെയാണോ ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ആക്രമണം വരുന്നത്. സൈന്യം ഒരു വെടിനിർത്തൽ ആഗ്രഹിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നുമില്ല, ഭാവിയിലും ആഗ്രഹിക്കാൻ സാധ്യതയില്ല. സൈന്യത്തിന് വേണ്ടത്, പ്രത്യേകിച്ച് സൈന്യത്തിന്റെ ജനറൽ അസിം മുനീറിന് വേണ്ടത് രാഷ്ട്രീയ അധികാരമാണ്. സാഹചര്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് എത്തി നിന്നെങ്കിൽ മാത്രമേ ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷനിലേക്ക് രാജ്യം പോകൂ. ഒരുപക്ഷെ അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അത് നീങ്ങുമെന്ന ഒരു സൂചന അമേരിക്കയ്ക്ക് ലഭിച്ചതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ അസിം മുനീറിനോട് നേരിട്ട് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചത്. അതെല്ലാ പ്രോട്ടോക്കോളുകൾ ലംഘിച്ചുകൊണ്ടാണ്. പ്രോട്ടോക്കോളുകൾ അനുസരിച്ച് ആരാണ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി സംസാരിക്കേണ്ടത്? പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രിയോടാണ്. അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. നേരിട്ട് അത് റിലേ ചെയ്യുന്നതിന് പകരം നേരിട്ട് ഡി ഫാക്ടോ അതോറിറ്റി എന്ന നിലയിൽ അസിം മുനീറിനോട് സംസാരിച്ചു. അസിം മുനീർ തീർച്ചയായും വലിയ ഒരു തന്ത്രശാലിയായ ഒരു കുറുക്കൻ്റെ രീതിയിലാണ് പ്രവർത്തിച്ചത് എന്ന് കരുതാവുന്നതാണ്. അത് അമേരിക്കയെ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ ആശയക്കുഴപ്പത്തിലാക്കിക്കൊണ്ട് വെടിനിർത്തലിൻ്റെ ഒരു സാഹചര്യമുണ്ട് എന്ന് എങ്ങനെയോ ധരിപ്പിച്ചു. അത് കുറേയൊക്കെ വിശ്വസിച്ച നിമിഷങ്ങളായിരുന്നു കടന്നുപോയത്. ഒരു 3 മണിക്കൂറോളം രണ്ട് രാജ്യങ്ങളും, പാകിസ്ഥാന്റെ ജനതയും ഇന്ത്യയുടെ ജനതയും ആശ്വാസ നിശ്വാസങ്ങൾ ഉതിർക്കുന്ന ഒരു കാഴ്ച കണ്ടു. പക്ഷേ രാത്രിയുടെ മറവിൽ പാകിസ്ഥാന്റെ സൈന്യം പ്ലാൻ ചെയ്യുന്നതേ ഉള്ളായിരുന്നു. നോക്കൂ, ഇവിടെ ഗുജറാത്ത് മുതൽ കച്ച് മേഖല, ചതുപ്പ് മേഖലയാണ്. കച്ച് മേഖലയിൽ ആക്രമണം നടന്നിരിക്കുന്നു. ഗുജറാത്തിന്റെ ആഭ്യന്തരമന്ത്രി അത് സ്ഥിരീകരിക്കുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഈ മോട്ടോർ ആക്രമണമൊന്നുമല്ല. അതായത് ഷെല്ലുകൾ ഒന്ന് അതിർത്തിയിൽ എന്തെങ്കിലും ഷെല്ലാക്രമണം നടന്നു, അങ്ങനെയൊന്നുമല്ല. ഡ്രോണുകൾ എന്ന് പറഞ്ഞാൽ സൈനിക സംവിധാനത്തിനല്ലാതെ അവിടുത്തെ ഒരു റേഞ്ചേഴ്സിന് ഡ്രോണുകളൊന്നും അയക്കാനാവില്ല. അപ്പം തീർച്ചയായും ഡ്രോണുകൾ ഉപയോഗിച്ച് വ്യാപകമായി രാജസ്ഥാനിലും ഏതെല്ലാം സംസ്ഥാനങ്ങൾ, 5 സംസ്ഥാനങ്ങളാണല്ലോ പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്നത്. അപ്പോൾ ഗുജറാത്തും രാജസ്ഥാനും പഞ്ചാബും അതോടൊപ്പം കാശ്മീരും ഒക്കെ തന്നെ, അതിൻ്റെ പുറമെയാണ് ഹരിയാനയിൽ ഉൾപ്പെടെ ആക്രമണം നടന്നു. കഴിഞ്ഞ ദിവസം ഒരു ബാലിസ്റ്റിക് മിസൈലിന് ആണെന്ന് സൂചിപ്പിക്കുന്ന ഒരു കാര്യം സിർസയിൽ വന്ന് വീണു. അത് ഹരിയാനയിലാണ്, ഡൽഹിയുടെ പ്രാന്തപ്രദേശം കൂടിയാണ്. അപ്പോൾ ഹരിയാനയിൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ, അത് ഫത്ത 2 എന്ന് പറയുന്ന മിസൈലിൻ്റെ അവശിഷ്ടങ്ങളാണ് എന്നതാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മിസൈൽ ആക്രമണത്തിലേക്ക് ഹെവി ആർട്ടറി എന്നതിൽ നിന്നും മാറി മിസൈലുകളിലേക്കും ദീർഘദൂര മിസൈലുകളിലേക്കും ഒക്കെ ആക്രമണം വ്യാപിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ രാത്രിയിൽ അങ്ങനെയാണല്ലോ സംഭവിച്ചത്. ഫത്ത 2 പോലും പ്രയോഗിക്കുകയുണ്ടായി പാകിസ്ഥാൻ. പക്ഷേ അതിനെ അടിച്ചു വീഴ്ത്തുവാൻ
ഇന്ത്യക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ ശക്തമായ രീതിയിൽ തന്നെ പാകിസ്ഥാന്റെ വ്യോമത്താവളങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ അത് സംഭവിക്കുകയും ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് പാകിസ്ഥാൻ മുട്ടുമടക്കിയത്. ഇപ്പോൾ ഈ ആക്രമണത്തിനും ഇന്ത്യ ഇതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കേണ്ടി വരുമല്ലോ. ഇനി അവിടെ വെടിനിർത്തൽ ധാരണയൊന്നുമില്ല. ഇവിടെ ഇതിനകത്ത് ഇനിയിപ്പോൾ there will be rethinking within the political establishment in India. വളരെ ഭൂമിയോളം ശ്രമിക്കുകയും സഹിക്കുകയും താഴുകയും ചെയ്തുകൊണ്ടാണ് ആ വെടിനിർത്തൽ ഒരു നിർദ്ദേശം, പാകിസ്ഥാൻ ഇങ്ങോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഭാരതം അംഗീകരിച്ചത്. കാരണം ഒരു എസ്കലേഷന് ഭാരതം തയ്യാറല്ല. കാരണം ഭാരതം വ്യക്തമായി നയം വ്യക്തമാക്കിയതാണ്. എന്താണ്? ഭീകരതയ്ക്കെതിരെയാണ് ഈ പോരാട്ടം. പാകിസ്ഥാന്റെ സൈന്യത്തിനോ പാകിസ്ഥാൻ ജനതയ്ക്കോ സർക്കാരിനോ എതിരെയല്ല. അപ്പോൾ